ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ടില്ലേ, മെയിനായിട്ട് ടൈം കിട്ടാമല്ലോ, അതാണ് കേട്ടോ മെയിൻ പ്രോബ്ലം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലോങ് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അത് കുളിച്ച് വന്ന് പതിവില്ലാതെ ഞാൻ എന്താ പൊട്ട് വെച്ചിട്ടാണ്. പൊട്ട് അങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ വെക്കാറില്ല, എനിക്കെന്തോ ചേരാത്ത പോലെയും. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ടും എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ അമ്പലത്തിൽ കയറി തൊഴുതു, നമ്മുടെ മല്ലികാർജ്ജുനെ കയറി തൊഴുതു. റെയിൻകോട്ടൊക്കെ ഇട്ടാണ് ഇറങ്ങിയെങ്കിലും മഴ കാര്യമായിട്ടൊന്നും പെയ്തിട്ടില്ല, ചെറുതായിട്ട് പൊടിഞ്ഞൊടിഞ്ഞ് പോകുന്നുള്ളൂ. അതേ ഞാൻ ഗോശ്രീ പാലം കയറിയപ്പോഴത്തേക്കും നല്ല ഇരുണ്ട് മൂടിക്കെട്ടിയ കാർമേഘമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ പച്ചാളത്തുള്ള അമ്പലത്തിലേക്ക് വന്നിട്ട് ഭഗവതി ക്ഷേത്രം ഉണ്ട്. കാട്ടുങ്ങൽ ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, ആ അമ്പലമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വഴി പോകുമ്പോഴൊന്നും ഈ ഒരു അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നതും, പലപ്പോഴും പാസ് ചെയ്ത് പോകുമ്പോഴും കയറിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ്റെ ഉപ്പുമാവും ഞാൻ ഇഡലിയും വാങ്ങിച്ചു. ചേട്ടൻ ഡ്യൂട്ടിക്കിടയിലാണ്, അങ്ങനെ എന്നെ കണ്ടപ്പോൾ കയറിയത്. ഈ ഹോട്ടൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പാപ്പുട്ടീസ് എന്നുള്ളൊരു ഹോട്ടൽ 1926 മുതലുള്ളതാണ് കേട്ടോ. ചെറിയ മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മംഗളോണത്തിൻ്റെ ഭാഗങ്ങളാണ് പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ നേരെ ഒന്ന് ബ്രോഡ്വേയിലോട്ട് പോയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് എന്തിൻ്റെ വട്ടാണെന്ന് അറിയില്ല, രാവിലെ തന്നെ നമ്മുടെ ബ്രോഡ്വേ 9 മണിയായെങ്കിലും നേരെ ഒരു 6 മണിയൊക്കെ ആയ പോലത്തെ വിളിച്ചായിട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാൻ മാർക്കറ്റ് വരെ ഒന്ന് പോയി നോക്കാൻ നിർത്തി ചുമ്മാ നടന്നിട്ട് വന്നു. ഒരു മനുഷ്യനില്ല നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റിൽ, ഓപ്പൺ ആവുന്നേ ഉള്ളു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അല്ലേ. സമയം ഇപ്പോൾ ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രോഡ്വേയിൽ തിരക്കായി തുടങ്ങണേ ഉള്ളൂ, കച്ചവടക്കാരൊക്കെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വല്ലാറ് അടുത്തെത്തി. അപ്പോൾ നമുക്കിനി വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് നേരെ വീട്ടിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ആകാശം നല്ല മൂടിക്കെട്ടി തന്നെ ഉണ്ട് നിൽക്കുന്നത്, മഴ ഇതുവരെ പെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞാൻ വേഗം വണ്ടി എടുത്ത് നമ്മുടെ വൈപ്പിൻ ബീച്ചിലെത്തിയിട്ട് അങ്ങനെ നമ്മുടെ 2 ജങ്കാറുകളും വൈപ്പിൽ നിന്ന് ഫോട്ടോസിലേക്കുള്ള ജങ്കാറുകൾ ഇതാ മത്സരിച്ച് പോകണ്ടിട്ടും. ചില ദിവസങ്ങളിൽ ഒരു ജങ്കാറ് മാത്രമേ സർവീസ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതേ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്, ചൂണ്ടക്കാർ കുറേ ഉണ്ടാവും ഈ സൈഡിലെത്തും. അങ്ങനെ ഞാനിതാ നമ്മുടെ വൈപ്പിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ നോക്കുമ്പോൾ ഫോട്ടോസ് കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഗൈസ്, നല്ല അടിപൊളി മഴ പെയ്തു തുടങ്ങി. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണാല്ലേ. നമ്മുടെ ചേട്ടൻ മഴ പെയ്യാൻ പോണെങ്കിലും ചൂണ്ടലിൽ നിർത്തിയിട്ടില്ല കേട്ടാ. അപ്പം ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി അധികം നേരം നിന്നാൽ ശരിയാവില്ല. എന്തടിച്ചോളിച്ചുണ്ണി? അപ്പം ഞാൻ നീതുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പം നീതു വന്നിട്ട് വേണം പോവാൻ. ആദ്യം സ്റ്റുഡിയോയിലാണ് വന്നത്. അവിടെ വന്നപ്പോൾ അതേ ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മിക്കപ്പോഴും വരുമ്പോൾ ഇത്രയും സെലക്ഷൻസ് ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാലും. ഇന്ന് എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ. അത് തന്നെ കുറേ ഉണ്ട് കേട്ടോ ചെരുപ്പുകളും. എല്ലായിടത്തൊന്ന് നോക്കി നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ കുറേ ചെരുപ്പുകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികളുടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പക്ഷേ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയില്ല, അധികം നല്ല കളക്ഷൻസ് ഒന്നും കണ്ടില്ല. പിന്നെ നമ്മളുടെ ടോപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അതിൽ ഒരെണ്ണം നേതു എടുത്തിട്ടാം. അങ്ങനെ അതൊക്കെ എടുത്ത് നേരെ നമ്മൾ പോയത് വിശാലിലാണ്. അങ്ങനെ വിശാലിലെത്തി അവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സെലക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ. അതായത് കുട്ടികളുടെ ഡ്രസ്സുകൾ കുറേ സെലക്ഷൻസ് ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്. പക്ഷേ കുട്ടികളുടെയും ഇവിടെ കുറച്ച് ബെറ്ററാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ മീനൂസിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ കൂടിയാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ നോക്കി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞാറ്റേനെ ആമീനെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു നീതു. അപ്പോൾ അവരോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ട് നീതുവിൻ്റെ കൂടെ പോകാൻ വാശി പിടിക്കണ കേട്ടോ. പക്ഷേ ആമി എന്നാലും തിരിച്ചിങ്ങോട്ട് പോന്നിട്ടാ. പിന്നെ ഞാനും ആമിയും കൂടി അടുക്കളയിൽ കുറച്ച് തക്കട തരിയുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആമിക്കുട്ടി കുറച്ചു നേരം നമ്മുടെ ക്യാമറമാനായിട്ടാണ്. അപ്പം ഇന്ന് സൺഡേ രാവിലെ അല്ല ഉച്ചയ്ക്ക് കാര്യമായിട്ടുള്ള സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. മാങ്ങച്ചാറ്, അതായത് കടുമാങ്ങച്ചാറ്, പിന്നെ പപ്പങ്ങ മെഴുക്കുവരട്ടി, പിന്നെ മുട്ട വറുത്ത് വരുന്നിട്ടാ. അപ്പം മീനൂസിൻ്റെ അടുത്ത ടോപ്പ് കുറച്ചൊന്ന് വലുത്, അത് മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാനും ചേട്ടനും കൂടി. അപ്പോൾ ഒരാൾ വന്നില്ല മുകളിലോട്ട്, ഞാൻ വന്നില്ല, നീ പോയിട്ടത് മാറ്റിയിട്ട് വന്നു പറഞ്ഞ് വന്നതാണ്. കയറി കഴിഞ്ഞപ്പോൾ ഓടി നടന്ന് പർച്ചേസിങ് ആയിട്ട് വിശാലിലാണ് കേട്ടോ ഇത്. അങ്ങനെ ചേട്ടനൊരു ടീഷർട്ടൊക്കെ എടുത്തു. പിന്നെ വേറെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ എന്നേക്കാളും ഓട്ടം ഇപ്പം ചേട്ടനായിട്ട് ഓടി നടന്ന ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ വിശാലാണെങ്കിൽ നല്ല വലിപ്പമുള്ള ഒരുപാടുണ്ട് കേട്ടോ, ഐറ്റംസ് കുറേ ഉണ്ട്.
പിന്നെ കുറേ ഓഫേഴ്സിന് കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം നമ്മളൊന്ന് നോക്കി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞൊന്ന് വല്ലാർപാടം പോകണമായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ നല്ല അടിപൊളി മഴ കിട്ടി. അങ്ങനെ പാലത്തിൻ്റെ അടിയിൽ കുറച്ച് കയറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും